എം എം മണി ഒരു പഠനം നടത്തിയ അയാൾക്ക് അനുഭവമില്ല ഇത് പറഞ്ഞു വേണ്ടത്. പക്ഷേ ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി ആളായിട്ടാണ് എന്റെ അഭിപ്രായം. കാരണം കറണ്ട് ഇല്ല, ഒന്നും ഇല്ലാതാക്കി. അത് വേറൊന്നും ചെയ്തില്ല, മര്യാദയ്ക്ക് ഇരുന്നോളാൻ അത്രേ ഉള്ളൂ. അയാൾ പറഞ്ഞതാ. മണിയാശാന് കേന്ദ്ര മൂക്ക് കയറണം. മണിയാശാന്റെ ഭാഷാശൈലി പലരെയും അധിക്ഷേപിക്കുന്ന, വാ തുറന്നാൽ നാറിയ വർത്താനം മാത്രം പറയുന്ന എം എം മണിയെ ഇങ്ങനെ കയറൂരി വിടാൻ കഴിയില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. പക്ഷേ മണിയാശാൻ എന്ന നല്ല മനുഷ്യനെക്കുറിച്ച്, ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനിറങ്ങുന്ന, രാഷ്ട്രീയം ജനസേവനമാണെന്ന് പറയുന്ന ഒരു എം എം മണിയുണ്ട് എന്നാണ് PC ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞത്. PC ജോർജിന്റെ വാക്കുകളിലേക്ക്. ഈളെപ്പോഴും ശുദ്ധനും മാന്യനും മര്യാദക്കാരനും ലോകത്തില്ല മകളെ. 5 പൈസയുടെ അഴിമതി ഇല്ലാത്തവന്. അയാൾ മന്ത്രിയായി, ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. അന്ന് കറണ്ട് പോകാനായിരുന്നു. എല്ലാവരും ഓർത്ത് മന്ത്രി അല്ല, അയാൾ ഇത്ര പറഞ്ഞുള്ളൂ, കറണ്ട് പോകുന്നവന് എഞ്ചിനീയർമാരെല്ലാം സസ്പെൻഷൻ ഒറ്റയിടത്ത് ജോലി കാണുകയെന്ന് പറഞ്ഞു. ഒരിടത്ത് കറണ്ട് പോകാനായിരുന്നു. ഇപ്പോഴത്തെ മണിയല്ല. എം എം മണി ഒരു പഠനം നടത്തിയ അയാൾക്ക് അനുഭവമില്ല ഇത് പറഞ്ഞു വേണ്ടത്. പക്ഷേ ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി ആളായിട്ടാണ് എന്റെ അഭിപ്രായം. കാരണം കറണ്ട് ഇല്ല, ഒന്നും ഇല്ലാതാക്കി. അത് വേറൊന്നും ചെയ്തില്ല, മര്യാദയ്ക്ക് ഇരുന്നോളാൻ അത്രേ ഉള്ളൂ. അയാൾ പറഞ്ഞതാ. അയാളെ ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷകരാണ്. ആ കുടിയേറ്റ കർഷകരുടെ എല്ലാം കാണപ്പെട്ട ദൈവം, അത് ഹിന്ദു ഈഴവന്റെ മാത്രമല്ല, ക്രിസ്ത്യാനിയുടെ നായരുടെ ഒക്കെ കാണപ്പെട്ട ദൈവം ഈ മനുഷ്യകാവാണ്. എന്നാന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ പാവങ്ങളൊക്കെ രക്ഷിച്ചെടുത്തത്. ഞാൻ ഒരു ഉദാഹരണം പറയാം, അപ്പം മനുഷ്യകാവിനെ മനസ്സിലാവും. ഞാൻ പെറ്റിഷൻ കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പം അവിടുത്തെ ഭൂമി കൈയേറ്റം സംബന്ധിച്ച് മൂന്നാർ സന്ദർശിച്ചു. അപ്പൊ സന്ദർശിച്ചപ്പം മനുഷ്യകാവ് അവിടെ ഉണ്ട്. മനുഷ്യകാവ് MLA ആണല്ലോ. ഞാൻ ചെന്ന മനുഷ്യകാവെന്ന് മുടിച്ചെന്ന് മനുഷ്യകാവ് പറഞ്ഞു, ഞാൻ ജോറിനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു. ഒരു കടലാസ് എനിക്ക് തന്നു. അതായത് കയ്യേറി അനധികൃത ചെയ്യുന്ന സ്ഥലത്തിൽ ലിസ്റ്റായിരുന്നു, അറിയാമോ? ഞാൻ മുഴുവൻ പൊക്കി. അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്ഥലമൊക്കെ അങ്ങനെ അന്ന് മൂന്നാറിൽ ഞാൻ ബോർഡ് വെച്ചത്. അങ്ങനെ അതിനകത്ത് അവസാനം ഒരു സ്ഥലം കണ്ടിരിക്കുന്ന വലിയ കെട്ടിടങ്ങളുടെ പുറകിൽ 900 ഏക്കറ. അതൊരു കുറിച്ച് വഴിയെ കയറി പോണം. ഞാൻ കയറി ആളുകളായിരുന്നു. ഈ കുറിപ്പ് കണ്ട് കയറി അവിടെ കണ്ടെത്തി അതും കള്ളക്കൈയേറ്റമാണെന്ന് പറഞ്ഞ് തയ്ച്ചുകാരെല്ലാം കസ്റ്റഡി എടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ അത് ആരുടെ സ്ഥലമാണെന്നറിയാം, പുള്ളിയുടെ അനിയന്റെ സ്ഥലമാണ്. ഏതാ മണിതകാവിന്റെ അനിയന്റെ സ്വന്തം. അയാളുടെ പേര് ഞാൻ മറന്നു കേട്ടോ, മനസ്സിലായല്ലോ. സ്വന്തം അനിയന്റെ. ആ അത്ര മാന്യത ഈ മണിതകാവ്. അതുകൊണ്ട് അങ്ങേര് കണ്ട് തെറി പറഞ്ഞാലും ആരും മിണ്ടാത്ത. അതുകൊണ്ട് അയാൾ സ്ത്രീവിരോധമൊന്നും ഇല്ലെന്ന് അയാൾ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ സ്നേഹമുള്ളവന്. ഈ പറയുന്ന തെറി പറയുന്ന ആളുകൾ മിണ്ടാതെ അന്നേരം അയാളെ വിളിച്ച് പറയും. അല്ല, അതൊരു ഗുണ്ട എന്നും അല്ല. അയാള് വളരെ മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങേരെ പറ്റി ഒരു കുറ്റം പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതാണ് ഇത് സംബന്ധിച്ച് മനുഷ്യനെ പറ്റി എനിക്ക് പറയാനുള്ളത്.